മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. പൊന്നാനി പടിഞ്ഞാറക്കര യാത്രാ ബോട്ട് സർവീസ് ആരംഭിച്ചതിന് പിന്നാലെ വീണ്ടും പൂട്ടുവീണു. അംഗീകൃത ലസ്കറും ഡ്രൈവറുമില്ലാതെ സർവീസ് നടത്തിയതിനാണ് ബോട്ട് സർവീസ് നിർത്തിവെപ്പിച്ചത്. ബുധനാഴ്ച തുറമുഖ വകുപ്പ് അധികൃതർ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് അംഗീകൃത ലസ്കറും എഞ്ചിൻ ഡ്രൈവറുമില്ലെന്ന് കണ്ടെത്തിയത്. ഇതോടെ 3 ആഴ്ച മുൻപ് മാത്രം സർവീസ് പുനരാരംഭിച്ച പടിഞ്ഞാറേക്കര പൊന്നാനി ബോട്ട് സർവീസ് വീണ്ടും നിർത്തിവെക്കാൻ തുറമുഖ വകുപ്പ് ഉത്തരവിടുകയായിരുന്നു. താനൂർ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ ലസ്കറില്ലാതെ സർവീസ് നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുൻപും സർവീസ് നിർത്തിവെപ്പിച്ചത്. തുടർന്ന് ഇൻലാൻഡ് നാവിഗേഷൻ സർട്ടിഫിക്കറ്റും ലസ്കർ തസ്തികയിൽ ജീവനക്കാരനെയും നിയമിച്ച് ബോട്ടിന്റെ രേഖകൾ സമർപ്പിക്കുകയും ചെയ്ത ശേഷമാണ് 3 ആഴ്ച മുൻപ് സർവീസ് പുനരാരംഭിക്കാൻ അനുമതി ലഭിച്ചത്. സർവീസ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ വീണ്ടും നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് സർവീസ് നിർത്തിവെപ്പിച്ചു. അതേസമയം ലസ്കർ അവധിയിൽ പോയതിനാലാണ് താൽക്കാലിക ഡ്രൈവറെ വെച്ച് സർവീസ് നടത്തിയതെന്നാണ് കരാറുകാരുടെ വാദം. അംഗീകൃത ജീവനക്കാരില്ലാതെ സർവീസ് നടത്തുന്നത് നിയമലംഘനമായതിനാലാണ് സർവീസ് നിർത്തിവെപ്പിച്ചതെന്ന് തുറമുഖ വകുപ്പ് അധികൃതരും വിശദീകരിച്ചു. വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന പൊന്നാനി പടിഞ്ഞാറേക്കര ബോട്ട് സർവീസ് കരാറുകാരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം നിർത്തിവെക്കേണ്ടി വരുന്നതിൽ യാത്രക്കാരും പ്രതിഷേധത്തിലാണ്. പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ പുറത്തൂരിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തിയാണ് താൽക്കാലിക ബോട്ട് സർവീസ് നടത്തിയിരുന്നത്. അതേസമയം പൊന്നാനി പടിഞ്ഞാറേക്കര റൂട്ടിൽ ജങ്കാർ സർവീസ് പുനരാരംഭിക്കാനുള്ള നീക്കം നഗരസഭ നടത്തുന്നുണ്ട്. ജങ്കാർ സർവീസ് നടത്തുന്നവരുമായി ബന്ധപ്പെട്ട് ജങ്കാർ പൊന്നാനിയിലെത്തിച്ച് സർവീസ് പുനരാരംഭിക്കാനാണ് ശ്രമം. നേരത്തെ നടത്തിയിരുന്ന ജങ്കാർ സർവീസിന് യാത്രാക്കൂലിയിൽ വർധനവ് ആവശ്യപ്പെട്ടതോടെയാണ് സർവീസ് നിലയ്ക്കാനിടയായത്.